വേണുഗോപാൽ സർ, ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ഡയാലിസിസിനിടെ ഇൻഫെക്ഷൻ മൂലം 2 പേർ മരിച്ച ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അതുപോലെ നമുക്കറിയാം കൈപ്പത്തി മുറിഞ്ഞുപോയ സംഭവത്തിൽ ആ കുട്ടിക്ക് ഇനിയും സ്കൂളിൽ പോവാൻ സാധിക്കുമോ എന്ന് സംശയമുണ്ട്. അത്തരത്തിൽ ആ കുട്ടി ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നമാണ് കാരണം. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇത്തരത്തിൽ വളരെ വളരെ ക്രൂഷ്യൽ ആയ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ മോശമായ സാഹചര്യത്തിൽ ചിലരെങ്കിലും കടന്നു പോകുന്നു. പക്ഷേ ആരോഗ്യമന്ത്രി സൂംബ ഡാൻസും ഒക്കെ ആയിട്ട് വളരെ വളരെ ബിസി ആണെന്ന് അറിയാൻ സാധിക്കുന്നു. സാർ എങ്ങനെ പ്രതികരിക്കും ഈ വിഷയത്തിൽ? വളരെ 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 ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഹരിപ്പാട് ഉണ്ടായിരിക്കുന്നത്. നീ ഇത് സൂചിപ്പിച്ചത് ശരിയാണ്. 2 പേരാണ്, 60 വയസ്സും 52 വയസ്സുള്ള 2 പേര് അവിടെ മരണപ്പെട്ടു. 3 ദിവസമേ ആയുള്ളൂ. 3 ദിവസമേ ആയുള്ളൂ ഈ സംഭവം കഴിഞ്ഞിട്ട്. അതിലെ ഒരാള് മറ്റൊരാള് ഗുരുതരമായ അവസ്ഥയിലാണ്. അപ്പൊ തുടർച്ചയായിട്ട് ആശുപത്രി സംഭവിക്കുകയാണ്. അവിടെ ഡയാലിസിസ് യൂണിറ്റുള്ള ആശുപത്രിയാണ് ഹരിപ്പാട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയുടെ അദ്ദേഹം വർഷങ്ങളായിട്ട് പ്രതിനിധീകരിക്കുന്ന മണ്ഡലം കൂടിയാണത്. അവിടുത്തെ ഗവൺമെന്റ് ആശുപത്രി നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നന്നായിട്ടുള്ള ഒരു ആശുപത്രിയാണ്. മറ്റു കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നതാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങളില് ചില ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഡയാലിസിസ് എന്ന് പറഞ്ഞാല് സാമ്പത്തികമായിട്ട് ഒരു മാർഗവും ഇല്ലാത്ത ആളുകളാണ് അവിടെ വരുന്നത്. അവരിൽ തന്നെ ഡയാലിസിസ് സാധാരണ ഗുരുതരമായ രോഗപ്രശ്നമാണ്. കിഡ്നി തകരാറും ഒക്കെ വരുന്ന ആളുകൾക്കാണ് വരുന്നത്. അപ്പൊ അവർക്ക് ആഴ്ചയിൽ 2-3 ദിവസങ്ങൾ അത് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള രോഗികളുണ്ട്. ആഴ്ച 3 ദിവസം വരെ ചെയ്യുന്ന രോഗികളുണ്ട്. അവർക്ക് സാമ്പത്തികം പ്രൈവറ്റ് ആശുപത്രികളിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ സാമ്പത്തികം താങ്ങാനുള്ള ശേഷിയില്ല. അങ്ങനെയുള്ള നിർധനരായ ആളുകളാണ്, സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് അവിടെ ആശ്രയിക്കുന്നത്. ശരാശരി ഏതാണ്ട് ഒരു 50-നും 75-നും ഇടയ്ക്ക് ആളുകളാണ് അവിടെ ആശുപത്രി വന്നു പോകുന്നത് ഡയാലിസിസിന്. എന്നാലോചിച്ച് നോക്ക്, 50-നും 75-നും ഇടയ്ക്കുള്ള സാധാരണക്കാർ വന്നു പോകുന്ന ആശുപത്രിയാണ്. അവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതാണ് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ 2 പേര് മരണപ്പെട്ടു. 2 പേര് മരണപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ പ്രശ്നങ്ങളായി. വന്ന ഉടൻ തന്നെ പിന്നെ അവിടെ ബന്ധുക്കളൊക്കെ പരാതി കൊടുത്തു. അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് 3-മതൊരാൾ ഗുരുതരാവസ്ഥയിൽ വന്ന് കിടക്കുന്നു എന്നറിഞ്ഞത്. പിന്നീട് പെട്ടെന്ന് അന്വേഷണങ്ങൾ ഒക്കെ വന്നു. മന്ത്രി ഇടപെട്ടു. മന്ത്രി ഇടപെട്ട് പിന്നെ വാർത്ത വന്നതിനെ തുടർന്ന് മന്ത്രി ഇടപെട്ട് റിപ്പോർട്ട് തേടുകയൊക്കെ ചെയ്തു. അപ്പൊ രമേശ് ചെന്നിത്തല അക്കാര്യത്തിലൊക്കെ ഇടപെട്ടു, അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പൊ സാധാരണഗതിയിൽ പറഞ്ഞ പോലെ റിപ്പോർട്ട് തേടൽ മാത്രമേ ഉള്ളല്ലോ. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും റിപ്പോർട്ട് തേടുക, അല്ലെ സിസ്റ്റം ഫെയിലർ, ഇങ്ങനെയൊക്കെ ചില വാക്കുകൾ കൊണ്ട് ഇതിനെയൊക്കെ അങ്ങ് രക്ഷപ്പെട്ടു പോകണം. ആരോഗ്യ വകുപ്പിന്റെ ഒരു സംവിധാനം അതാണല്ലോ. എന്ത് പറഞ്ഞാലും ഇത് തന്നെയാണ്. ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണാൽ അങ്ങനെയാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പരാതിപ്പെട്ടാൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്ത് പറഞ്ഞാലും സിസ്റ്റമാണ്. ഈ സിസ്റ്റം എന്ന് പറയുന്ന ഒരു അരൂപിയെ അല്ലെങ്കിൽ ഒരു ജീവനില്ലാത്ത വസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് രക്ഷപ്പെടുന്നത്. എന്ത് പറഞ്ഞാലും അതിന്റെ കുഴപ്പമാണ് റിപ്പോർട്ട് തേടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ, ഒരു വർഷത്തെ കണക്ക് മാത്രം എടുത്തു നോക്കുക, ആരോഗ്യ വകുപ്പിൽ നടന്ന എന്തെങ്കിലും ഇത്തരത്തിലുള്ള വീഴ്ചകളെ സംബന്ധിച്ച് അന്വേഷിച്ച റിപ്പോർട്ടുകൾ ഏതെങ്കിലും പുറത്ത് കണ്ടിട്ടുണ്ടോ? ഒരു റിപ്പോർട്ടും പുറത്ത് കണ്ടിട്ടില്ല. ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കാര്യങ്ങളെ സത്യസന്ധമായിട്ട് വിളിച്ചു പറഞ്ഞ ആ ഡോക്ടറെ പിന്നെ ശിക്ഷാ നടപടിയിൽ നിന്ന് രക്ഷപ്പെട്ടത് മാധ്യമങ്ങളുടെ ശ്രദ്ധയുണ്ടാകുന്നതുകൊണ്ടാണ്. ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കാനായിരുന്നു. നിങ്ങൾ എന്തിനാണ് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ ശിക്ഷിക്കാനായിരുന്നു ഉള്ള ശ്രമമാണ് നടന്നത്. അതിന്റെ ഒരു ബാക്കി പത്രമാണ് ഹരിപ്പാട്ട് കണ്ടത്. വളരെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. ഈ 50 മുതൽ 75 വരെ രോഗികൾ വരുന്ന ആശുപത്രിയിലെ പെട്ടെന്നൊരു തീരുമാനം അവരെടുത്ത് എന്താണെന്ന് അറിയാമോ? ഈ ബാക്കി കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് അവിടെ ബുക്കിങ്ങിൽ ഉണ്ടായിരുന്ന 52 പേരെ, ഈ ആദ്യത്തെ ദിവസം സംഭവം ഉണ്ടായ ദിവസം 52 പേരെയും തിരിച്ച് പിന്നെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു ഡയാലിസിസിന് വേണ്ടി. 52 പേര് വെയിറ്റ് ചെയ്യണമെന്ന് ആലോചിക്കുക. അതേപോലെ തന്നെ 15 ദിവസത്തേക്ക് ഈ ശസ്ത്രക്രിയ ഓപ്പറേഷൻ റൂം അടച്ചിടാനും തീരുമാനിച്ചു. ഇനി അണുബാധയുണ്ടോ പരിശോധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ ആശുപത്രി അധികൃതർ നിഷേധിക്കുകയാണ് കേട്ടോ. ആശുപത്രി അധികൃതർ പറയുന്നത് ഒരു പ്രശ്നങ്ങളും ഇല്ല, അവിടെ വളരെ കൃത്യമായിട്ടെല്ലാം പോവുകയാണ്, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, അല്ലെ മറ്റെന്തെങ്കിലും കാരണങ്ങളായിരിക്കും. എന്തെങ്കിലും മറ്റു കാരണമാണെങ്കിൽ അത് പറയണ്ടേ? ഒരേ പിന്നെ ലാബിൽ തിയേറ്ററിൽ നിന്ന് ശസ്ത്രക്രിയ കഴിഞ്ഞ് ഇറങ്ങിയവർക്കാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മന്ത്രി പറഞ്ഞതുപോലെ പതിവ് പോലെ സാധാരണ പരിശോധനകളും കാര്യങ്ങളും ഒക്കെ വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുവരെ ഈ ഹരിപ്പാട്ട് പ്രദേശത്തുള്ള ആളുകളെല്ലാം കൂടി ഇനി ആലപ്പുഴയ്ക്ക് പോകണം. ആലപ്പുഴയ്ക്ക് പോയിട്ട് അവര് ബസ് കൂലിയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ വണ്ടി പിടിച്ച് അവിടെ പോകണം. നമുക്ക് എന്താ അവശത അനുഭവിക്കുന്ന ആളുകളാണെന്ന് നോക്കുക. അപ്പൊ രമേശ് ചെന്നിത്തല കാര്യത്തിൽ ഇതുവരെ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് പാലക്കാട്ട് അവിടെ ഓപ്പറേഷൻ ചെന്നൊരു ചെറിയ പെൺകുട്ടി, അല്ലെ, അത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, ചെറിയ 8 വയസ്സോ 9 വയസ്സുള്ള പെൺകുട്ടി. അതിന്റെ കൈ മാറി ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞു. കൈ മാറി ഓപ്പറേഷൻ ചെയ്തതിന്റെ വലത് കൈയാണ്, അല്ലെ, വലത്
കൈയാണ് മുറിച്ച് കളഞ്ഞിട്ട് അതിനിപ്പോ സ്കൂളിൽ പോകാൻ വയ്യാത്ത അവസ്ഥയാണ്. ഗവൺമെന്റ് ശസ്ത്രക്രിയയുടെ പിഴവ് കൊണ്ട് സംഭവിച്ച കേസാണത്. വളരെ സാധാരണക്കാരാണ്, വളരെ സാധാരണക്കാരനായ കുടുംബമാണത്. ആ കുഞ്ഞിന് പിന്നെ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അതിപ്പോ ഇടത് കൈ കൊണ്ട് എഴുതി പരിശീലിക്കുകയാണ്. അത് സാധാരണ വശമില്ലാത്തൊരു കൈയാണല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടം ഇടത് കൈ കൊണ്ട് എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്കുക. അതിങ്ങനെ ചെറിയ പൂക്കളും പടങ്ങളും ഒക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് പിന്നെ 9 ക്ലാസ്സിലോ 5 ഒക്കെ പഠിക്കുന്ന കുട്ടിയായിരിക്കും അത്. അതെങ്ങനെ പഠിക്കും? എങ്ങനെ കാര്യങ്ങൾ എഴുതിയെടുക്കും? അല്ലെങ്കിൽ പിന്നെ അതിന്റെ കൈക്കൊരു സ്വാതന്ത്ര്യം വേണ്ടേ? അപ്പൊ അങ്ങനെ അതാണ്. അപ്പൊ അന്ന് ഈ പ്രശ്നം ഉണ്ടായ ഉടൻ തന്നെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെയാണ് നടന്നത്. കുട്ടിയെ സഹായിക്കും, സാമ്പത്തികമായിട്ട് സഹായം ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. ഇന്നലെ ആ കുട്ടിയുടെ ബന്ധുക്കൾ എന്ന് പറയുന്നത് കേട്ടില്ലേ? ഇവിടുത്തെ 2 ലക്ഷം രൂപയോ 3 ലക്ഷം രൂപയാണ് തന്നത്. അതുകൊണ്ട് ഇതിന്റെ ചികിത്സാ ചെലവ് പോലും നടക്കുന്നില്ല. അതിന്റെ കൈ മാറ്റിവെക്കലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൈപ്പത്തി മാറ്റിവെക്കലോ അത്തരം ചികിത്സകൾക്ക് പോലും അവർക്ക് തികയുന്നില്ല. അത് ബുദ്ധിമുട്ടുകൾ നമുക്കറിയാമല്ലോ. അതിനനുബന്ധമായിട്ട് വരുന്ന എന്തെല്ലാം ചെലവുകളുണ്ട്. ഒരു സാമ്പത്തികം കിട്ടുന്നില്ല. ചുരുക്കത്തിൽ കുഞ്ഞ് ആ വീട്ടിലിരിപ്പുണ്ട്. നമ്മുടെ സിസ്റ്റത്തിന്റെ നേട്ടമാണ് ഒരു ചെറിയ കുട്ടി വീട്ടിലിരിപ്പുണ്ട്. ഒരു കൈയും കൈപ്പത്തിയും പോയിട്ട് വീട്ടിലിരിപ്പുണ്ട്. ഹരിപ്പാട്ട് ഇതുപോലെ തന്നെയാണ്. ഹരിപ്പാട്ട് നല്ല ഈ മരിച്ച 2 ബന്ധുക്കളുടെ പിന്നെ ആളുകളുടെ ബന്ധുക്കളെ ഒരു പെൺകുട്ടി അത് വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നത് കേട്ടു. വളരെ ശക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പുറം പ്രസ്താവനയൊന്നും നടത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം ഈ കാര്യത്തിലെടുക്കുക. ഒരുപാട് മന്ത്രിമാരും MLA-മാരും ഒക്കെ ഉള്ള ഒരു പിന്നെ സംസ്ഥാനമാണല്ലോ നമ്മള്. ഇവരെല്ലാം തെക്ക് വടക്ക് തേരാ പാരാ നടക്കുന്നുണ്ട്. സർക്കാർ ചെലവിൽ പെട്രോൾ അടിച്ച് നടക്കുന്നുണ്ട്. നിങ്ങൾ വല്ലപ്പോഴുമെങ്കിലും, എല്ലാ മാസവും വേണ്ട, 2 മാസം വേണ്ട, 3 മാസവും എപ്പോഴെങ്കിലും നിങ്ങൾ സൗകര്യപ്രദമായ സമയങ്ങളിൽ ഈ ആശുപത്രികളിലൊക്കെ ഒന്ന് കയറുക. ഈ സർക്കാർ ആശുപത്രി അതിന്റെ പഠിക്കൽ കൂടെ പോകുമ്പോൾ അവിടെ ഒന്ന് കയറിയിട്ട് അവിടെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് അത്രയെങ്കിലും നിങ്ങൾക്ക് നോക്കരുതെന്നാണ് ചോദിക്കുന്നത്. വല്ലപ്പോഴുമെങ്കിലും ഈ സർക്കാർ ആശുപത്രികളിലെങ്കിലും കയറിയിട്ട് ഈ മന്ത്രി അടക്കമുള്ളവർക്ക് ഒരു പരിശോധന നടത്തണ്ടേ? വളരെ ദയനീയമായ ഒരു ചോദ്യമാണ്. ദയനീയം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ ചോദ്യമാണ് ആ പെൺകുട്ടി ചോദിച്ചത്. മറുപടി പറയേണ്ടി വരും. പക്ഷെ നമ്മളിപ്പോ ഇന്നലെ എന്താ കണ്ടത്? ഇന്നലെ കാണുന്നത് ഇത്രയും വളരെ സങ്കടകരമായ അവസ്ഥയില് പിന്നെ ആരോട് സന്ദർശിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വിവരങ്ങൾ അന്വേഷിച്ചു എന്നുള്ളതേ ഉള്ളെന്ന് തോന്നുന്നു. അല്ലാതെ ഔദ്യോഗിക തലത്തിലുള്ള വലിയ പിന്നെ മന്ത്രിയോ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ളവരാരും ഹരിപ്പാട് വന്നതായിട്ട് ഇതുവരെ നമ്മൾ വാർത്തകൾ കണ്ടിട്ടില്ല. അവരൊക്കെ വളരെ ആഘോഷപൂർവ്വമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, ആരോഗ്യമന്ത്രി ഇന്നലെ തിരുവനന്തപുരത്ത് എന്തോ ഒരു ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സൂംബ ഡാൻസ് പ്രാക്ടീസ് എന്നാണ് കാണിക്കുന്നത് അല്ലേ? ഇവിടെ ശ്രീനിവാസൻ പറഞ്ഞതുപോലെ അവിടെ കല്യാണം, ഇവിടെ പാലുകാച്ച്, തയ്യൽക്കാരൻ വേദന കൊണ്ട് വിടയുകയാണെന്നൊക്കെ പറയുന്നത് പോലെ അവസ്ഥയിലേക്കാണ്, ജീവിതാവസ്ഥയിലാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. നോക്കുക, നമ്മുടെ ആളുകളെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് നോക്കാനും ശ്രദ്ധിക്കാനുള്ള സമയങ്ങളൊന്നുമില്ല. അവരവരുടേതായ സുഖ സൗകര്യങ്ങളിൽ ലോകത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്നിട്ട് അതിനെയൊക്കെ സിസ്റ്റം ഫെയിലർ എന്ന് പറയുക. ഒരു സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന സമയമാണ്. ഇനി കഷ്ടം 2-3 മാസങ്ങളേ ഉള്ളൂ. രണ്ടു കൂട്ടരും ശ്രദ്ധിക്കേണ്ട ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമാണ്. അതേപോലെ തന്നെ ഭരണമുന്നണിയെ സംബന്ധിച്ചിടത്തോളം 3ാം അധികാരത്തിന് വേണ്ടി ശ്രമിക്കുന്ന സമയമാണ്. അപ്പൊ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നോക്കാൻ ആരുമില്ല. എല്ലാവർക്കും അവരുടെ സുഖങ്ങളും സൗകര്യങ്ങളും മാത്രമാണ് ലക്ഷ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ഗൗരവത്തിൽ ആ പെൺകുട്ടിയുടെ ചോദ്യം വളരെ പ്രസക്തമാണെന്നാണ് ഞാൻ ഇപ്പോഴും ഒന്നുകൂടെ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നത്. കാരണം നിങ്ങൾ വല്ലപ്പോഴുമെങ്കിലും ഈ അധികാരികളെ, നിങ്ങളെ ഗവൺമെന്റ് ആശുപത്രികളിൽ മാത്രമല്ല അതുമായിട്ട് മറ്റു വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരും വല്ലപ്പോഴുമെങ്കിലും അതിന്റെ പഠിക്കൽ കൂടെ, അതായത് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് സ്ഥാപനങ്ങളുടെ പഠിക്കൽ കൂടെ പോകുമ്പോൾ അവിടെ ഒന്ന് കയറി എന്തൊക്കെ അവിടെ നടക്കുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം എന്നുള്ളത് അത് നമ്മുടെ സമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് കണക്കാക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഈ പറഞ്ഞതുപോലെ രാജഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ ആ കുട്ടിയുടെ ചോദ്യം അതാണ് വളരെ വളരെ പ്രസക്തമായി നിൽക്കുന്നത്. സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, പെട്ടെന്നൊരു ദിവസം ഇടത് കൈകൊണ്ട് എഴുതേണ്ടി വരുന്നു. നമ്മുടെ ഗവൺമെന്റിന്റെ ഒരിക്കൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ പറഞ്ഞ സിസ്റ്റം ശരിയല്ലാത്തതിന്റെ പേരിൽ മാത്രം വിക്ടിമായി പോയ ഒരു കുട്ടി കൂടിയാണത്. അതുപോലെ 2 പേരുടെ മരണത്തിനിടയാക്കിയ അതിദാരുണമായ സംഭവം ഉണ്ടായത് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നാണ് എന്നതും ഖേദകരമാണ്. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.